പക്ഷേ അതൊന്നും ഗവൺമെന്റോ ബോർഡോ ഉത്തരവിറക്കിയില്ല. അവസാനം കോടതിയിൽ ഒരാൾ കേസിന് പോകുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു കഥയാണ്. അവസാനം സുപ്രീം കോടതി പറയുന്നു നിലവിലുള്ളവരെ സംരക്ഷിക്കാം. ആ ഉത്തരവ് വന്നപ്പോൾ ബോർഡ് എന്താണ് ചെയ്തത്? റഫറൻഡം വരുന്നതിന്റെ തലേ ദിവസം 21/4/2022 ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊമോഷൻ തരുന്നു. എന്തിനാ? റഫറൻഡത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. എന്നിട്ടൊരു വ്യാജ പ്രചരണം ഇവിടുത്തെ CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇറക്കി വിട്ടു. എന്തുവാ? INC-ക്കാർ പ്രൊമോഷൻ എതിരാണ്. ഞങ്ങൾ ലേബർ കമ്മീഷനുകളുടെ കത്ത് കൊടുക്കുന്നു പ്രൊമോഷൻ കൊടുക്കണമെന്ന്. അങ്ങനെ പ്രൊമോഷൻ നടക്കുന്നു. റഫറൻഡത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി ജീവനക്കാർ കബളിപ്പിക്കപ്പെട്ടു. ജീവനക്കാരെ കബളിപ്പിച്ചു. ജീവനക്കാർ റഫറൻഡത്തിൽ വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 53% വന്ന് ഏക സംഘടനയായി മാറിയത്. അങ്ങനെ അംഗീകാരം കിട്ടി. അപ്പോൾ തൊഴിലാളി തിരിച്ചറിയാതെ പോയ ഒരു കാര്യമുണ്ട്. 21/4/2022 ഗവൺമെന്റ് ഉത്തരവിൽ പറയുന്നത് നിങ്ങൾ 5 വർഷത്തിനകം ITI എടുക്കണം, 7 വർഷത്തിനകം അല്ലെങ്കിൽ ഡിപ്ലോമ എടുക്കണം, അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ വാലിഡ് അല്ല എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി വർക്കറെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. ഇപ്പോൾ ലൈൻമാൻ 2 ആയിരിക്കുന്ന 1 ആയിരിക്കുന്ന പലരും, ആ ഓർഡർ പറഞ്ഞിരിക്കുന്ന പലരും, നിങ്ങളത് 5 വർഷത്തിനകം ITI എടുത്തില്ലെങ്കിൽ നിങ്ങൾ റിവേർട്ടാകപ്പെടുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാതെ തൊഴിലാളികൾ വർക്കൗട്ട് ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, SLC തോറ്റവരെ വർക്കറായിട്ട് എടുത്തിരിക്കുക, അവർ 5 വർഷത്തിനകം ITI എടുക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇപ്പൊ 3 വർഷം ആകാറായി, ഇനി 2 വർഷം കൂടെ ഉള്ളൂ. ഈ 2 വർഷം കൊണ്ട് ITI എടുക്കണേ, ആദ്യം SLC പാസ്സാവണ്ടേ? അപ്പൊ അവരെ ജീവനക്കാർക്ക് ഇത് കൊടുക്കാതിരിക്കാൻ, കുഴപ്പിക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങളുടെ ഉപജ്ഞാതാക്കളായി ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ കാട്ടിക്കൂട്ടി ഒരു വിരുദിന്റെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അനുകൂല കാര്യം ഉണ്ടാകണം. അങ്ങനെ ഞങ്ങളുടെ സംഘടനയുടെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ സിറ്റി അതോറിറ്റിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. 2023 റെഗുലേഷൻ വരുന്നു, അതിന്റെ ഡ്രാഫ്റ്റ് 2022 വരുന്നു. അതിന്മേൽ മറുപടി കൊടുക്കുന്നു. ഞങ്ങൾ ഡൽഹി ഓഫീസിലേക്ക് 4-5 പ്രാവശ്യം പോകുന്നു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പിന്റെ വെളിച്ചത്തിലാണ് റെഗുലേഷൻ 2023 ഇറങ്ങുന്നു. 8/6/2023 വരെയുള്ള മുഴുവൻ ജീവനക്കാരെ സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ കൊടുത്ത് നിലവിലുള്ള കേസൊന്ന് മാറ്റിയെടുക്കുവാൻ പോലും ബോർഡ് മാനേജ്മെന്റിനെ കൊണ്ടോ അംഗീകാരം ആ സംഘടനയെ കൊണ്ടോ സാധിക്കുന്നില്ല. ഇത് തൊഴിലാളികൾ മനസ്സിലാക്കണം. ഇത് കേവലം വർക്കർമാരുടെ മാത്രം വിഷയമല്ല, ഓവർസറായി ഇരിക്കുന്നവരുടെ കാര്യത്തിന് വിഷയം വരും. ഞാൻ ചോദിച്ചോട്ടെ, 21/4/2022 ഇറക്കിയ ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് 5 വർഷത്തിനകം ITI എടുത്തില്ലെങ്കിൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ ഇവർ തന്നെ ആരെ കൊണ്ടെങ്കിലും പരാതി കൊടുപ്പിക്കും, വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇതൊക്കെ പ്രശ്നമുണ്ടെങ്കിലേ സുഖമുള്ളൂ. രാവിലെ എഴുന്നേറ്റാ ഉടനെ പ്രശ്നം കാണും. രാവിലെ എഴുന്നേറ്റാ ഉടനെ കണ്ണൂരൊക്കെ ഇപ്പൊ നടക്കുന്നില്ല. പണ്ട് കൊലപാതകം കണ്ടാലേ എഴുന്നേൽക്കുമ്പോഴേ അവർക്ക് പല്ല് തേക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ബോർഡിനെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുക. അതിനെതിരെ തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നെടുമങ്ങാട് ഡിവിഷന്റെ കീഴിലുള്ള സെക്ഷൻ ഓഫീസുകളിലെല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ്. തൊഴിലാളികൾ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് യൂണിയനിൽ നിന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും INTUC വരണമെന്നും പറയുന്നില്ല. അത്ര അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇടയിൽ ഞങ്ങൾക്കില്ല. ബോർഡിലുള്ള മുഴുവൻ പേരും INTUC വന്ന് ഞങ്ങൾ ഏത് സംഘടനയാണോ അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. നമ്മൾ ഏത് സംഘടനയിൽ നിൽക്കുന്നോ ആ സംഘടനയിലൂടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് DA വേണമെന്ന് ഇവിടുത്തെ കമ്മിറ്റികളിൽ ആവശ്യപ്പെടണം. നമുക്ക് അർഹതയുള്ളതാണ്. 1991 ഈ സ്ഥാപനത്തിൽ 36 ലക്ഷം ഉപഭോക്താക്കൾക്ക് 30,000 ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1,36 ലക്ഷം ഉപഭോക്താക്കൾക്ക് 27,000 ജീവനക്കാർ മാത്രമാണുള്ളത്. ജീവനക്കാർ ജോലി ചെയ്ത് നട്ടം തിരികെയാണ്. ഇപ്പോൾ ഇത് വാലിന്റെ പഠിക്കാത്ത ഏതാണ്ട് ഉണ്ടാക്കണമെന്ന് പറയും. നമ്മുടെ പുതിയ ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ ഭാരത്. സുരേഷൊക്കെ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. വന്ദേ ഭാരത് വന്നതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ബാക്കിയുള്ളതെല്ലാം കാരണം ഞാനല്ല പറഞ്ഞത്, സുരേഷാണ് പറഞ്ഞത്. ട്രെയിനെ പോകുന്ന ആളാ പറഞ്ഞത്. വന്ദേ ഭാരത് വന്നതിന്റെ പേരിൽ ബാക്കിയെല്ലാം പെൻഡിങ്. അതുപോലെ ഇപ്പൊ വാതിൽപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വന്ന് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ?
OBC കൺസ്യൂമർ, അത് കൺസ്യൂമർ ഒന്ന് പേപ്പർ എഴുതി തരും, നമ്മൾ സെഷൻ എൻ്റർ ചെയ്താൽ പോരെ. പിന്നെ അത് മൊബൈലിൽ സ്കാൻ ചെയ്ത് KP ഇട്ട് കോപ്പി ഇട്ട് പിന്നെയും കൊടുത്ത് പിന്നെയും കണക്ഷൻ ആക്കി വരിക. ഇരട്ടിപ്പണി, മൂന്നിരട്ടിപ്പണി ചെയ്യും. അപ്പൊ മറ്റു പണിയല്ലേ ഇപ്പൊ പെൻഡിങ് ആയി. ഇപ്പൊ വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ ACB. വാതിൽ കയറി ഇരിക്കുക. പണ്ടൊരു വാതിൽ പണിയായിട്ട് വന്നതാ കോവിഡ് കാലത്ത്. അവർക്കുണ്ടോ? അപ്പൊ അങ്ങനെ ജീവനക്കാരെണ്ണമില്ല. 12 ലൈൻമാൻ സാങ്ഷൻ പ്രൈസ് ഉണ്ട്, ഇപ്പൊ 10 ഉള്ളൂ. ആ 10 വെച്ചാണ് പോസ്റ്റിംഗ് ട്രാൻസ്ഫർ നടത്തുന്നത്. അതുകൊണ്ട് പലർക്കും നാട്ടിലേക്ക് കിട്ടുന്നില്ല. അത് വേറെ കാര്യം, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ നിരവധി വിഷയങ്ങൾ ജീവനക്കാരെ അവതരിപ്പിക്കുന്നു. ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ലീവ് സിലിണ്ടർ തന്നെ അടുത്ത വർഷം അടുത്ത ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തരൂന്ന് പറഞ്ഞു.